Hi, hello. Welcome back to Geotechnical Engineering class. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർമിബിലിറ്റിയിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. K2ലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നത് എന്താണ്? ദ ഫോളോയിങ് ഡേറ്റ വെയർ റെക്കോർഡഡ് ഇൻ എ കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്. കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റിൻ്റെ ഡേറ്റാസ് തന്നിരിക്കുന്നത് ഇന്റേണൽ ഡയമീറ്റർ ഓഫ് പെർമിയമീറ്റർ. പെർമിയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിലിണ്ടർ, അതിനെയാണ് നമ്മൾ പെർമിയമീറ്റർ എന്ന് പറയുന്നത്. 7.5 സെൻറ്റിമീറ്റർ, ഹെഡ് ലോസ് പെർ സാമ്പിൾ ലെങ്ത് 18 സെൻറ്റിമീറ്റർ. സാമ്പിൾ ലെങ്ത് 18 സെൻറ്റിമീറ്റർ ആണ്, അതിൽ ഹെഡ് ലോസ് ആയത് 24/7 സെൻറ്റിമീറ്റർ ആണ്. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്റ്റഡ് ഒരു 16 സെക്കൻഡ്സിൽ 626 ml ആണ് കളക്ട് ചെയ്തത്. ദെൻ സാമ്പിളിൻ്റെ പൊറോസിറ്റി വന്നിട്ടുണ്ട് 44%. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ആ സാമ്പിളിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ സീപ്പേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ഒന്ന് എഴുതാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഡയമീറ്റർ ഓഫ് ദറ്റ് പെർമിയമീറ്റർ 7.5 സെൻറ്റിമീറ്റർ. ദെൻ ഹെഡ് ലോസ് എന്ന് പറയുന്നത് 24.7 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ സാമ്പിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്ട് ചെയ്ത ക്വാണ്ടിറ്റി 626 ml ആണ്. അത് കളക്ട് ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. ദെൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പോറോസിറ്റി ഈസ് ഗിവൺ ആസ് 44%. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് വെച്ചിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? K is equal to Q into L divided by A into H into T അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ. Q is equal to KAI. ഈ ഇക്വേഷൻ സിമിലർ തന്നെയാണ് ഈ ഇക്വേഷൻ. ഓക്കെ, ഇത് Q/T എന്ന് പറയുന്നതാണ് നമ്മുടെ Q ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റിൽ പഠിച്ച ഇക്വേഷൻ തന്നെ ഇവിടെ യൂസ് ചെയ്യാം. സോ K is equal to Q into L by A into H into T. എല്ലാം തന്നിട്ടുണ്ട് അല്ലേ? സോ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 626 ml ആണ്. ബാക്കി എല്ലാ റീഡിങ്സും സെൻറ്റിമീറ്ററിലാണ്. ഓക്കെ, നമുക്കറിയാം 1 ml എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1 ml is equal to 1 centimeter cube. That means 626 ml is equal to 626 centimeter cube. Okay, so 626 into length is given as 18 divided by area. Area കണ്ടുപിടിക്കാൻ ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ pi/4 into 7.5 square into head loss is 24.7. ഇനി ആ കളക്ട് ചെയ്ത ടൈം എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.172 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എന്ത്? നമ്മുടെ K വാല്യൂ അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മളോട് സീപ്പേജ് വെലോസിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സീപ്പേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? V is equal to സീപ്പേജ് വെലോസിറ്റി അല്ല, ഡിസ്ചാർജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. V is equal to K into I അല്ലേ? ആസ് പെർ ഡാർസീസ് ലോ. സോ കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കെയുടെ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് 0.172 ആണ്. I എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് ലോസ് H/L, ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ H/L 0.172 ഇൻറ്റു ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 24.7 ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ അല്ലേ? സോ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്ചാർജ് വെലോസിറ്റി കിട്ടും. ഡിസ്ചാർജ് വെലോസിറ്റി സോൾവ് ചെയ്ത് വരുമ്പോൾ 0.236 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് ഡിസ്ചാർജ് വെലോസിറ്റി കിട്ടി. ഇനി സീപ്പേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? സീപ്പേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ പോറോസിറ്റി. സോ ഡിസ്ചാർജ് വെലോസിറ്റി ഈസ് 0.236. പോറോസിറ്റിയുടെ വാല്യൂ എത്രയാണ്? 44%. ദാറ്റ് ഈസ് 0.44. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.536 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. കെയുടെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസ്ചാർജ് വെലോസിറ്റി ഡാർസീസ് ലോയിൽ നമ്മൾ പഠിച്ചാണ്. ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുന്നത് K into I ആണ്. I എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് ലോസ് പെർ ലെങ്ത് H/L ആണ്. അത് കൊടുക്കുക. ദെൻ സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്ചാർജ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ പോറോസിറ്റി. ഓക്കെ, സോ ഈ വാല്യൂസ് കിട്ടും. വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സാമ്പിൾ ഇൻ എ വേരിയബിൾ ഹെഡ് പെർമിയമീറ്റർ ഈസ് 100 mm ഇൻ ഡയമീറ്റർ. വേരിയബിൾ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? വേരിയബിൾ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റിനെയാണ്. ഓക്കെ,
അതിന് 100 mm ഡയമീറ്റർ ഉണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് 120 mm ആണ്. ദെൻ പെർമിബിലിറ്റി ഓഫ് ദി സാമ്പിൾ എന്ന് പറയുന്നത് കെ തന്നിട്ടുണ്ട് 10⁻³ mm/s തന്നിരിക്കുന്നത്. Then it is decided that the head in the standpipe should fall from 250 to 100 mm. 250 നിന്നും 100 mm ലേക്ക് ഹെഡ് താഴുന്നുണ്ട് in 180 seconds. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാൻഡ് പൈപ്പിൻ്റെ സൈസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൈസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ ഡയമീറ്ററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന നമുക്കറിയാം അത് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ആസ് പെർ ഫോളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് coefficient of permeability is equal to A into L divided by capital A into T log to the base E H1 divided by H2. ഇക്വേഷൻ ആയിരുന്നു അല്ലേ? അതിൽ A എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? സ്റ്റാൻഡ് പൈപ്പിൻ്റെ ഏരിയ, ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സ്പെസിമെൻ, ക്യാപിറ്റൽ A എന്ന് നമ്മുടെ സ്പെസിമെൻ്റെ ഏരിയ, T എന്ന് പറയുന്ന ആ ഹെഡ് താഴെ എടുക്കുന്ന ടൈം, H1 to H2 ഇനിഷ്യൽ ഹെഡും ഫൈനൽ ഹെഡും. ഓക്കെ, ഇക്വേഷൻ നമുക്കറിയാം. ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളത് എഴുതാം. നമുക്ക് L തന്നിട്ടുണ്ട്, that is length of the specimen. നമ്മുടെ പെർമിയോമീറ്റർ 100 mm ഡയമീറ്ററും 120 mm ഹൈറ്റുമാണ്. ദാറ്റ് ഈസ് നമ്മുടെ സ്പെസിമെൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 120 mm ആണ്. ദെൻ നമ്മുടെ ഡയമീറ്റർ, പെർമിയോമീറ്ററിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 100 mm. സോ നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? കെ വാല്യൂ തന്നിട്ടുണ്ട്. കെ ഈസ് ഈക്വൽ ടു 10⁻³ mm/s. ദെൻ എന്താ തന്നിരിക്കുന്നത്? ഹെഡ് അല്ലെ, H1 എന്ന് പറയുന്നത് 250 ആണ്. 250 mm നിന്നും എത്രയിലേക്ക് താഴുന്നു? H2 എന്ന് പറയുന്നത് 100 mm ആണ്. അത് താഴാനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 180 seconds ആണ്. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്റ്റാൻഡ് പൈപ്പിന് ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ പോരെ. കെ എന്ന് 10⁻³ എല്ലാം mm-ലാണ് ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ നമുക്കറിയില്ല, അതുപോലെ തന്നെ കിടക്കട്ടെ. L is 120 divided by capital A കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? π/4 into 100² into T 180 seconds into log to the base E. H1 എന്ന് പറയുന്നത് 250 divided by 100. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്നും എയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും എയുടെ വാല്യൂ, എ എന്ന് പറയുന്നത് എന്താണ്? എ ഈസ് ഈക്വൽ ടു π/4 into T² ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ ഈസ് ഈക്വൽ ടു π/4 T² ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക 12.8572 എന്നാണ് കിട്ടുക. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാമല്ലോ. ഡി ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്പിൾ എല്ലാം ചെയ്ത് റൂട്ട് എടുത്ത് കഴിയുമ്പം ഡി ഈസ് ഈക്വൽ ടു 0.04 mm എന്ന് കിട്ടും. ഓക്കെ, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം നിങ്ങളെല്ലാവരും. സിമ്പിൾ. എന്താ, ഡയറക്റ്റ്ലി ഇക്വേഷനിലേക്ക് കൊടുത്തു. അതിൽ എ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡ് പൈപ്പിൻ്റെ ഏരിയ ആണ്. സ്റ്റാൻഡ് പൈപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് π/4 into D² ആണ്. സോ ഈ എയുടെ സ്ഥാനത്തേക്ക് നമ്മൾ π/4 into D² എന്ന് കൊടുക്കാം. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുക, അതിൽ നിന്നും ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കുന്നത് നമുക്ക് 4.04 mm എന്നാണ് വരിക. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ സ്ട്രാറ്റിഫൈഡ് സോയിലിൻ്റെ പെർമിബിലിറ്റി വെച്ചിട്ടുള്ളതാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ബെഡ് ഓഫ് സാൻഡ് കൺസിസ്റ്റ് ഓഫ് 3 ഹൊറിസോണ്ടൽ ലെയേഴ്സ്. 3 ഹൊറിസോണ്ടൽ ലെയേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, 3 ഹൊറിസോണ്ടൽ ലെയേഴ്സ് ഉണ്ട്. ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈക്വൽ തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എല്ലാത്തിൻ്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ Z ആണ് എടുക്കുന്നതെങ്കിൽ എല്ലാത്തിൻ്റെയും ഹൈറ്റ് എന്ത് തന്നെയാണ്? Z. ദാറ്റ് ഈസ് ടോട്ടൽ ഹൈറ്റ് 3Z ആണ്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി ബോത്ത് അപ്പർ ആൻഡ് ലോവർ ലെയർ ഈസ് 4 into 10⁻⁴. ദാറ്റ് ഈസ് ഇവിടുത്തെയും താഴത്തെയും ഫസ്റ്റ് ലെയറിൻ്റെയും താഴത്തെ ലെയറിൻ്റെയും കെ വാല്യൂ എന്ന് പറയുന്നത് 4 into 10⁻⁴ mm/s ആണ്. ദെൻ ഈ മിഡിൽ ലെയർ എന്ന് പറയുന്നത് 6 into 10⁻² ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് റേഷ്യോ ഓഫ് പെർമിബിലിറ്റി ഓഫ് ദി ബെഡ്, ദാറ്റ് ഈസ് KH ഹൊറിസോണ്ടൽ ആൻഡ് KV. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ KH-ഉം KV-യും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലേ? എന്തായിരുന്നു KH-ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? എന്താണ്? KH ഇസ് ഈക്വൽ ടു പെർമിബിലിറ്റി, എല്ലാ ലെയറിൻ്റെയും പെർമിബിലിറ്റി അറിയാമെങ്കിൽ K1Z1 പ്ലസ് K2Z2 പ്ലസ് K3Z3 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 പ്ലസ് Z3. ശരിയല്ലേ? സിമിലർലി KV വെർട്ടിക്കൽ ആണെങ്കിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു? KV is equal to Z1 plus Z2 plus Z3 divided by Z1 by K1 plus Z2 by K2 plus Z3 by K3. ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇനി ഇവിടെ എന്ത് ചെയ്താൽ മതി? Z1 ഇവിടെ എല്ലാത്തിൻ്റെയും Z സെയിം ആണ് നമ്മളോട് പറഞ്ഞു. Z ദാറ്റ് ഈസ് Z1 is equal to Z2 is equal to Z3 is equal to
ഇസഡ് എന്ന് നമുക്ക് കൊടുക്കാം അല്ലേ. സോ ഇവിടെ ഇസഡ് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇസഡ് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എന്താ k1 + k2 + k3. അതിൽ k1 ഉം k3 ഉം സെയിം ആണ്. 2 × 4 × 10⁻⁻4 നമുക്ക് എഴുതാം. പ്ലസ് k2 എന്ന് പറയുന്നത് 6 × 10⁻². ഡിവൈഡഡ് ബൈ താഴെ എന്താണ് z + z + z 3z തിക്നെസ് സെയിം ആണ്. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.02026 എന്ന് വാല്യൂ കിട്ടും. സിമിലർലി ഇവിടെയും കൊടുക്കാം. മുകളിൽ എന്ത് വരും 3z, താഴെ എന്താ വരിക z1. z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് z തന്നെയാണ്. സോ z ഡിവൈഡഡ് ബൈ 4 × 10⁻⁻4 പ്ലസ് z ഡിവൈഡഡ് ബൈ 6 × 10⁻² പ്ലസ് z ഡിവൈഡഡ് ബൈ again 4 × 10⁻⁻4. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 5.98 × 10⁻⁻4. കാൽക്കുലേറ്ററിൽ നമ്മളിതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ kh ഡിവൈഡഡ് ബൈ kv. kh എന്ന് പറയുന്നത് 0.02026 ഡിവൈഡഡ് ബൈ 5.98 × 10⁻⁻4. ഇത് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 33.89 എന്ന് കിട്ടും. ഓക്കെ, ഒന്നുമില്ല, ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. ഇസഡ് എല്ലായിടത്തും കോമൺ ആണ്, അതുകൊണ്ട് ഇസഡ് എല്ലാം ക്യാൻസൽ ആയി പോയിക്കോളും. ഇസഡിൻ്റെ വാല്യൂ അറിയണമെന്നില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ റേഷ്യോ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും kh/kv കിട്ടും. ഇതും ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ഒരു പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം നോക്കിയേ. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് തന്നെയാണ്. ഒരു സാമ്പിളിൻ്റെ 15 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് ഓഫ് ദി സാമ്പിൾസ് 15 സെൻറ്റിമീറ്റർ ആണ്. ദെൻ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് 50 cm² ആണ്. ദെൻ അതിൻ്റെ പോറോസിറ്റി ഈസ് 40% ആണ്. അതിൻ്റെ കോൺസ്റ്റന്റ് ഹെഡ് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് വാസ് ഫൗണ്ട് ടു ബി 45 cm³ ഇൻ 20 seconds. അതായത് Q എന്ന് പറയുന്നത് 45 cm³. അത് കളക്ട് ചെയ്ത ടൈം 20 seconds. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് K വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഡിസ്ചാർജ് വെലോസിറ്റിയും സീപ്പേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടും കൂടെ ഉണ്ട്. വാട്ട് വിൽ ബി ദ പെർമിയബിലിറ്റി ഓഫ് ദ സാൻഡ് ഫോർ എ പോറോസിറ്റി ഓഫ് 35%. ഇനി അതേ സെയിം സാൻഡ് അതിൻ്റെ പോറോസിറ്റി 35% ആണെങ്കിൽ അതിൻ്റെ പെർമിയബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ആ സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് പാർട്ട് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കുക. K = Q × AL ഡിവൈഡഡ് ബൈ AHT. എല്ലാം തന്നിട്ടുണ്ടല്ലോ. Q എന്ന് പറയുന്നത് എത്രയാണ് 45, L എന്ന് പറയുന്നത് 15, ഏരിയ ഈസ് 50, H ഈസ് 40, T ഈസ് 20. ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുക K as 0.0181687 cm/s. ഓക്കെ, ഇനി V = നമുക്കറിയാം എന്താണ് K × I, ഡിസ്ചാർജ് വെലോസിറ്റി. K is 0.01687, I is equal to h/L. H എന്ന് പറയുന്നത് 40, L എന്ന് പറയുന്നത് 50. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.0449 cm/s എന്ന് കിട്ടും. ദെൻ സീപ്പേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സീപ്പേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ N. V ഈസ് 0.0449 ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് എത്രയാണ്? 40%, ദാറ്റ് ഈസ് 0.4. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.1125 cm/s എന്ന് കിട്ടും. ഓക്കെ, ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അതിൻ്റെ K കണ്ടുപിടിച്ചു, അതിൻ്റെ ഡിസ്ചാർജ് വെലോസിറ്റിയും സീപ്പേജ് വെലോസിറ്റിയും കണ്ടുപിടിച്ചു. ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 35% പോറോസിറ്റി ഉള്ള ഒരു സാൻഡിൻ്റെ പെർമിയബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അതിനി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ പെർമിയബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനൊരു ഇക്വേഷൻ, ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ കണ്ടില്ലേ? K is equal to C into gamma W by mu into E cube by 1 plus C into D square. ഈ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു, ഇതും നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, കാരണം ഇതിൽ നിന്നാണ് നമ്മൾ എന്താ പെർമിയബിലിറ്റിയും ഓരോന്നുമായിട്ടുള്ള റിലേഷൻ, അതിൻ്റെ പാർട്ടിക്കിൾ സൈസ്, വോയിഡ് റേഷ്യോ, ആ ഒരു റിലേഷനൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഇക്വേഷനാണ്. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനാണ്. ദാറ്റ് ഈസ് K is equal to C into. ഇതിൽ ഈ K എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? K is directly proportional to E cube by
1 പ്ലസ് ഇ എന്ന് എഴുതാം. ഓക്കെ, നമുക്കിവിടെ പോറോസിറ്റി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോറോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ഇയുടെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? n ഡിവൈഡഡ് ബൈ 1/n. അപ്പോൾ ഇയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം രണ്ട് കേസിലും. ആദ്യത്തെ കേസിൽ പോറോസിറ്റി 40 ആകുമ്പോഴുള്ള കേസിലും പോറോസിറ്റി 35 ആകുമ്പോഴുള്ള കേസിലും ഇയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇങ്ങനെ ഒരു റിലേഷൻ എഴുതിക്കൂടെ? K2/K1 is equal to E1 cube by 1 plus E1 divided by E2 cube by 1 plus മേളിൽ 1 E2 divided by E1 cube by 1 plus E1. ഈ റിലേഷനിൽ നമുക്ക് K2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഇയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ രണ്ട് കേസിലും നമുക്ക് പോറോസിറ്റി തന്നിട്ടുണ്ട്. പോറോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് കേസിൽ E1 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പോറോസിറ്റി ഫസ്റ്റ് കേസിൽ 0.4 ആണ്, ഡിവൈഡ് ബൈ 1 മൈനസ് 0.4. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇയുടെ വാല്യൂ കിട്ടുക 0.667 എന്ന് കിട്ടും. സിമിലർലി E2 എന്ന് പറയുന്നത് എന്താണ്? 0.35 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.35. അത് ചെയ്യുമ്പം 0.538 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ രണ്ട് കേസിലും E1ഉം E2ഉം കിട്ടി. ഇനി നമ്മൾ ഈ ഒരു റിലേഷനിലേക്ക് കൊടുക്കുക. K2/K1 നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കേസിൽ കണ്ടുപിടിച്ചായിരുന്നു. K1 is equal to 0.01687 എന്ന് ഈക്വൽ ടു E2 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ 0.538 E2 ക്യൂബ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.538 ഡിവൈഡഡ് ബൈ E1 എന്ന് പറയുന്നത് 0.667 ക്യൂബ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.667. സോൾവ് ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് K2ൻ്റെ വാല്യൂ 9.59 ഇൻറ്റു 10⁻³ cm/s എന്ന് കിട്ടും. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കാം. ഈ റിലേഷൻ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഈ ഒരു ഇക്വേഷനും കെയുടെ പെർമിയബിലിറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഇക്വേഷനും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം. സോ ഇവിടെ നിന്ന് നമുക്ക് എഴുതാം K is directly proportional to EQ/1 plus E. ആ ഒരു റിലേഷനിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു റിലേഷൻ K2/K1 is equal to ഈ ഒരു റിലേഷൻ ഫോം ചെയ്തെടുത്തത്. ദെൻ കാരണം സെയിം സോയിലാകുമ്പോൾ ബാക്കിയുള്ള സംഭവം എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് കട്ടായിപ്പോൾ പോറോസിറ്റി മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് K2/K1 is equal to ഇങ്ങനെ ഒരു റിലേഷൻ എഴുതാം. ആ റിലേഷൻ ഇ കണ്ടുപിടിക്കണം. ഇ കണ്ടുപിടിക്കാനായിട്ടുള്ള പോറോസിറ്റി നമുക്കുണ്ട്. E is equal to n/1 മൈനസിൽ കണ്ടുപിടിക്കുക, ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ ഇതും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കും. ഇതും വർക്കൗട്ട് ചെയ്ത് നോക്കുക. സോ അടുത്ത ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.